السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. നമ്മുടെയൊക്കെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വളരെയധികം ദുഃഖകരമായ സങ്കടകരമായ വാർത്തകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ വെള്ളപ്പൊക്കം കാരണവും മണ്ണിടിച്ചിൽ കാരണവും പ്രളയം കാരണവുമൊക്കെ, അതുപോലെ ശക്തമായ മഴ കാരണമൊക്കെ വലിയ പ്രയാസങ്ങൾ പലരും നേരിടുന്നുണ്ട്. വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട്, അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ, കൃഷികൾ, ഇവകളെല്ലാം ശക്തമായ മഴ കാരണം, പ്രളയം കാരണം എല്ലാം നശിച്ചുപോയി. വളരെയധികം സങ്കടകരമായ ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സഹോദരങ്ങൾ പലരും നമ്മുടെയൊക്കെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആസാം അടക്കമുള്ള രാജ്യങ്ങളിലൂടെ കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം മുസീബത്തുകൾ എത്തുമ്പോൾ, ഇത്തരം പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നാം നേരിടുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതലായി തൗബ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട്, പാപമോചനം കൊണ്ട് നാം അടുക്കുകയും ഇത്തരം മുസീബത്തുകളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് താണുകയാണ് അപേക്ഷിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. അകപ്പെട്ട ആളുകൾക്ക് ശാന്തി ലഭിക്കാൻ, സമാധാനം ലഭിക്കാൻ, അവരുടെ പ്രയാസങ്ങൾ, വിഷമങ്ങളിൽ നിന്നൊക്കെ മാറി അവർക്കൊരു മുക്തി ലഭിക്കാനൊക്കെ വേണ്ടി അള്ളാഹുവിലേക്ക് നാം അങ്ങേയറ്റം വിനയം പ്രകടിപ്പിച്ചുകൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട്, തൗബ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ദുഃഖങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന പ്രാർത്ഥനകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചവയൊക്കെ നാം നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ദുആയിരക്കുക. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ, വിഷമങ്ങളുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇൻദൽ കർബി, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, വിഷമങ്ങളുണ്ടാകുമ്പോൾ, ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, ദുരന്തങ്ങളുണ്ടാകുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്നുള്ള പ്രാർത്ഥന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്താറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ, അതല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളിൽ, അനർത്ഥങ്ങളിൽ, ആഫത്ത്, മുസീബത്തുകൾ അകപ്പെടാതിരിക്കാൻ വേണ്ടി നാം നടത്തേണ്ടുന്ന പ്രാർത്ഥന മുത്തുനബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക് എന്നുള്ള പ്രാർത്ഥന നടത്താൻ വേണ്ടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നിർദ്ദേശം നൽകിയതായി ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം പ്രാർത്ഥനകളിൽ കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതലായി അടുത്തുകൊണ്ട് മുസീബത്തുകൾ അകപ്പെടാതിരിക്കാൻ റബ്ബിലേക്ക് താണുകയാണ് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥന നിരതരാകാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം കൊണ്ട് ഇത്തരം മുസീബത്തുകളിൽ നിന്ന് നമുക്ക് ബന്ധപ്പെട്ടവർക്കെല്ലാം അള്ളാഹു ശാന്തിയും സമാധാനവും രക്ഷയും നൽകും. കാരുണ്യവാനായ റബ്ബ് പ്രശ്നത്തിൽ, പ്രയാസത്തിൽ അകപ്പെട്ടവർക്കൊക്കെയും എത്രയും പെട്ടെന്ന് മോചനം നൽകട്ടെ. ഇത്തരം മുസീബത്തുകൾ അകപ്പെടുന്നതിന് തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.